ഇതിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ സേഫായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കും. ഇപ്പോൾ ഈ സാധനം നോക്കി, ഇതിപ്പോൾ കട്ട് ചെയ്യാൻ ഈ ഒരു വലിയ മതി. വർക്ക് ചെയ്യുന്നവർക്ക് കുറേ കൂടെ സമാധാനമാണ്. ഇവർ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് പരമാവധി പണിക്കാർ സേഫായിട്ട് പണിയെടുക്കുക. അതാണ് നോക്കല്ലേ നമുക്ക്. നിങ്ങൾ കാസർഗോഡ് അവിടെ? ചെറുവത്തൂര്. ഇവരിപ്പോ നമ്മളെ അടുത്തേക്ക് വന്നേക്കണം എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയുടെ ഇതിനെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിഥി തൊഴിലാളികൾ അല്ലെ, അവരെ ട്രെയിൻ ചെയ്തിട്ട് അവരെ കൊണ്ട് തെങ്ങരം ചെയ്യിക്കുന്നതാണ്. അധികം ആളുണ്ടോ? ആളുണ്ട്. അപ്പോൾ അവർക്ക് സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓൾറെഡി ക്ലൈംബിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കയറിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതിൽക്ക് സേഫ്റ്റി ആക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സംഭവങ്ങൾ അതുമ്മൽ എങ്ങനെ കുറച്ച് സേഫ്റ്റി ആക്കാൻ പറ്റും എന്നുള്ളത് നോക്കാനാണ് ജസ്റ്റ് ഒരു ഡെമോ. ഇതാകുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ ഇത് ഉപയോഗിക്കുന്ന കുറേ ആൾക്കും കൂടെ ഉപകാരമാവട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നോർമലി അവരിത് ഉപയോഗിച്ച് കയറിക്കൊണ്ടിരിക്കുന്നതല്ലേ. നമുക്ക് അരയിൽ മാത്രമായിട്ടൊരു സപ്പോർട്ട് വരുന്ന രീതിയിൽ ബെൽറ്റ് ഉണ്ട്. ഇതെങ്കിലും നോർമലി നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. തെങ്ങ് കയറുമ്പോൾ ഈ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് അരക്കയറ് നമുക്കിതിനെ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തെങ്ങ് കയറുന്നതിനെ കാണിക്കാനല്ല, ജസ്റ്റ് ഈ സേഫ്റ്റിയുടെ ഇതിന് മാത്രം. വെറുതെ ഇതിലൊരെണ്ണത്തിലിടാം. ജസ്റ്റ് കയറി പോകുമ്പോൾ ഇല്ലേ നമുക്കതിന് ഇതിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിതിൽ സേഫായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കും. നമ്മൾ ഇവിടെ നിന്ന് വീഴാതെ ഉള്ള ഇതുണ്ട്. അന്ന് നിങ്ങൾ സംസാരിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫുള്ളായിട്ട് ബെൽറ്റും അടിയിൽ നിന്ന് കണക്ട് ചെയ്തങ്ങായിട്ട് വേറൊരു റോപ്പും കൂടെ ഉണ്ടല്ലോ. ഇവിടെ നിന്ന് വീണാൽ അതിൽ തൂങ്ങിക്കിടക്കാൻ. പക്ഷെ ഇവിടെ നിന്ന് വീഴാതിരിക്കലാണ് ആദ്യം നോക്കട്ടെ. നമുക്കിത് കയറി പോകുമ്പോൾ ഇതുമ്മേലെ ഇടുകയാണെങ്കിൽ മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്കിതിനെ ചുറ്റി അതേ രീതിയിൽ ചുറ്റി തെങ്ങിൽക്കാക്കാം. അതിൻ്റെ ഉള്ളിൽ കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. വർക്ക് ചെയ്യുന്നവർക്ക് കുറേ കൂടെ സമാധാനമാണ്. ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഇതില്ലേ അതിൻ്റെ ഉള്ളിൽ പോവും. അപ്പോൾ അത് നമുക്കാവില്ല. അതിന് നമുക്ക് കയറുമ്പോൾ നമുക്കിതിനെ പുറത്തുനിന്ന് തന്നെ വരണം. ഇതാവുമ്പോൾ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്രീ ആയിട്ട് നിൽക്കാം. ഇറങ്ങുമ്പോൾ നമുക്ക് ഇതിനെ കൊണ്ട് തടച്ചില്ലേ. ഒരു വേറെ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണ്ണ് വൃത്തിയാക്കി മരുന്ന് വെക്കുന്ന ഒരു തരം ടീമാണ്. അവർക്ക് ശരിക്കും ഇവിടുന്ന് മുകളിലോട്ട് കയറി പോകുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ അതിന് ഇത് തന്നെ മതി. ഫുൾ ലോക്ക് ചെയ്തിട്ട് ഇതിനെ കൂമ്പിൽ കൂടെ നമുക്ക് ഈ കയറിനെ ചുറ്റിടാം. പട്ടയിൽ ഒരു 2-3 പട്ടയുടെ ഉള്ളിൽ കൂടെ ഇതിനെ കയറ് കടത്തിട്ട് ചുറ്റിട്ട് കഴിഞ്ഞാൽ അത് പോവില്ല. അതിന് വേണമെന്നുണ്ടെങ്കിൽ 2 റോപ്പ് യൂസ് ചെയ്യാം. ഒരു റോപ്പ് എടുത്ത് അത് നമുക്കത് ഓൾറെഡി 2 റോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ ചെയ്തത് അതിന് പകരം ഇതിപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ഇത് സേഫ്റ്റിയാണ്. ഇനിയിപ്പോൾ ഒരു കയറിനെ നമുക്ക് മരത്തിൽ ചുറ്റേണ്ട ആവശ്യത്തിന് ഇപ്പോൾ കട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ വേണമെങ്കിൽ ഒരു ചുറ്റും കൂടെ കൂട്ടിയിട്ടാലും ഇങ്ങനെയും ചെയ്യാം. അത് മെഷീൻ ലോക്ക് ചെയ്ത് മുകളിൽ കയറുമ്പോൾ നമുക്കിത് തടിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു കയറുണ്ട് ഇപ്പോൾ തെങ്ങിൻ്റെ പട്ടയ്ക്ക് കൂമ്പിൽ കണല കയറി പോവാ. 2 പട്ടയ്ക്ക് 2-3 പട്ടയ്ക്ക് കണക്ട് ചെയ്തിട്ട് ഇതിനിട്ട് നമുക്ക് ലോക്ക് ചെയ്തിട്ടാൽ അല്ല ജസ്റ്റ് അത് കവർ ചെയ്ത് നമ്മൾ താഴെ പോകരുത് എന്നുള്ളതാണല്ലോ. അവിടെ നിന്ന് സ്ലിപ്പായാലും ജസ്റ്റ് നമുക്ക് ആ 2-3 പട്ടയിൽ കൂടെ കയറിയാലും പോകില്ല. നമ്മൾ ഓൾറെഡി തെങ്ങിൻ്റെ കൂമ്പിൽ കയറി കഴിഞ്ഞാൽ ഈ പട്ടയിൽ ചവിട്ടിയിരിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ പോകാൻ ചാൻസ് കുറവാണ്. നമുക്ക് കൂമ്പിൽ കൂടെ ഇടാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇപ്പോൾ ഇതിൻ്റെ കൂമ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അതുമ്മേലേക്ക് അങ്ങോട്ട് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ അരയിലെ കയറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നിന്നിട്ട് നമുക്ക് മറ്റേ കയറിനെ എടുത്തിടാം. അത്രയും തിങ്ങി നിൽക്കുന്നതാവും. അതിനാണ് 2ാമത്തെ കയറിനെ ഇത് പറഞ്ഞ്. ഇവർ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് പരമാവധി പണിക്കാർ സേഫായിട്ട് പണിയെടുക്കുക. അതാണ്. അതല്ല ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റേതായ ഉത്തരവാദിത്വം നമ്മൾ നല്ലൊരു ഉത്തരവാദിത്വം നിൽക്കണമെങ്കിൽ അതിൻ്റെ നല്ലൊരു ടെൻഷൻ ഉണ്ടാവും. ചെയ്യിക്കുന്നവർക്ക് നല്ല ടെൻഷനാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവിടെ നിന്ന് വരെ നിങ്ങൾ ഇതിന് വേണ്ടി കയറ്റി വരുന്നത് തന്നെ. ഇന്നിപ്പോൾ നമ്മളെ ഇത് കണ്ടില്ലേ, ഇപ്പോൾ മറ്റേ കത്തിനേക്കാൾ കുറേയും കൂടെ വൃത്തിയാവും. കത്തി യൂസ് ചെയ്യേണ്ടെന്നല്ല പറയണത്. ഈ സാധനം നല്ല ഷാർപ്പാണ് അത് കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്കിപ്പോൾ ഈ അത്രയും തിങ്ങി കിടക്കുന്ന ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇത് അങ്ങോട്ട് ഇത് തള്ളി അങ്ങോട്ട് പൊക്കോളും. ഈ സാധനം അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വരില്ല. റിട്ടേൺ വരണമെന്നുണ്ടെങ്കിൽ കട്ടായിട്ടേ വരുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് പോകും. അതേമാതിരി നമുക്ക് അങ്ങോട്ട് തള്ളി വെച്ചിട്ട് ഒറ്റ വലിക്ക് അത് കട്ടാവും.
അത് നോക്കിയാൽ ഇപ്പോൾ ഈ സാധനം നോക്കി, ഇതിപ്പോൾ കട്ട് ചെയ്യാൻ ഈ ഒരു വലിയ മതി അല്ലേ, ഇത്രയേ ഉള്ളൂ അതിന്. അതിനെന്താ ആ അത് അത്രയും ഷാർപ്പിൽ നമുക്ക് ഇതിന് കട്ടാവും. ഉണങ്ങിയ ഓലകളൊക്കെ ആണെന്നുണ്ടെങ്കിലോ പോരും. കുറേയൊക്കെ നമുക്കിതല്ലേ ഉണങ്ങിയതിൽ കുറച്ച് പിടിച്ച് നമ്മൾ ഒന്ന് ഇതാക്കാനുണ്ടാവുള്ളൂ. അത് സാധാരണ ഇപ്പോൾ വെട്ടുന്നതായാലും മറ്റേ കത്തിക്ക് വെട്ടുന്നതായാലും ഉണങ്ങിയതിന് കുറച്ചൊരു 4 വെട്ട് വെട്ടണം, മറ്റേതാകുമ്പോൾ 1-2 വെട്ടുമ്പോൾ തീരുമെന്ന് പറഞ്ഞ മാതിരി ആ ഒരു വ്യത്യാസം മാത്രമേ വരും. ഇതിന് ഷാർപ്പ് നിന്നോളും. നല്ല ഇത് മേടുത്ത അയവാനാണ്. ഈസി കട്ട് എന്ന് പറഞ്ഞിട്ട് ഇല്ല, ഷാർപ്പ് നിന്നോളും. അതായത് ഞാനിത് യൂസ് ചെയ്യണത് ഏകദേശം നമ്മൾ സ്ഥിരം മരം മുറിക്കുന്നതിന്, നമ്മൾ ഈ ചെറു കൊമ്പുകളും ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത് ഏകദേശം ഒരു 2 കൊല്ലം വരെയൊക്കെ ഈ സാധനം ഉപയോഗിക്കുന്നത്. ഒന്നും ചെയ്യാൻ നിന്നോളും, മുറിച്ച് നിന്നോളും. ഇതിൻ്റെ പൊട്ടൊന്നുമില്ല, നല്ല മെറ്റീരിയൽ. ഇനി ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. കംപ്ലൈന്റ് വന്നതിനാൽ ഇത് മാത്രം മാറ്റാം. ഇതിന് വേറെ അങ്ങനത്തെ ഇതൊന്നും വരില്ല. നമുക്ക് അത്യാവശ്യം ഇത് ഒരുപാട് നമുക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്, എത്രയോ വീശം കൊടുത്തിട്ടുണ്ട്. അത് ഇതുവരെ അങ്ങനത്തെ ഒരു നെഗറ്റീവും നമുക്ക് ഇതിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവരെ പരിപാടിയാണ് തെങ്ങേറ്റം. ഇവർ കയറുന്നതല്ല, ഇവര് നമ്മളെ ഒരുപാട് ആളുകളെ കൂട്ടിയിട്ട് അവര് കയറ്റിക്കുന്നത്. അപ്പോൾ അവർക്ക് സേഫ്റ്റി ആയിട്ട്, അവർ സേഫ്റ്റി ആയിരിക്കുന്ന രീതിയായിട്ട് നമ്മളുടെ അടുത്ത് ഈ സേഫ്റ്റി ഐറ്റംസുകൾ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവരൊരു കമ്പനി തന്നെ ഉണ്ട് തെങ്ങേറ്റത്തിന് വേണ്ടിയിട്ട്. അതെ, നമ്മളെ ബ്രാൻഡ് നെയിം കോക്കോഫൈ എന്നാണ്. നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് തെങ്ങേറ്റം ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ നമ്മളെ കാസർഗോഡ് അതേപോലെ കണ്ണൂർ ഏരിയയിലാണ് ഇപ്പോൾ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ സേഫ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മളെ മുസ്തഫ ഖാനെ സമീപിച്ചപ്പോൾ നമുക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് സേഫ്റ്റി പരമായിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമുക്കൊരു ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു മൂവിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെ. നമുക്ക് നോളജബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റി. നമുക്ക് സേഫ്റ്റി മെഷർമെന്റിനെക്കാട്ടിലും കൂടുതൽ പുള്ളിക്കാരൻ്റെ നോളജബിൾ ആയിട്ടുള്ള ഓരോ എക്സ്പീരിയൻസും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സാറ്റിസ്ഫൈ ആണ്. അതിലും വളരെ നല്ല ഉപകാരമായിരുന്നു. സീരിയസ് ആയിട്ടും നമുക്ക് അത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പുള്ളിനെ വെയിറ്റ് ചെയ്ത് നമ്മൾ അത്രയും വന്ന് കണ്ട് ഇത്ര ദൂരത്തു നിന്നാണ് നമ്മൾ വരുന്നതെങ്കിലും നമ്മൾ അത്രയും സാറ്റിസ്ഫൈഡ് ആണ് നിൽക്കുന്നത്. കാരണം നമുക്ക് അത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റി. നമ്മൾ കോൺഫിഡൻസ് ആണ് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ. എന്തായാലും ഉഷാറായിട്ട് തന്നെ ചെയ്യട്ടെ. അപ്പോൾ അവരുടെ ഇത് പേജ് ഉണ്ട്, അതിന്റെ cocofi.in അടിച്ചാൽ മതി. ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ചാണെന്നുണ്ടെങ്കിൽ cocofi.in അടിച്ചാൽ ഓക്കെ. അപ്പോൾ അതിൽ കിട്ടും. ഇനിയിപ്പോൾ ഇതിന് ആവശ്യമുള്ള ആളുകൾ, അതായത് കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, അതിൽ ഈ തെങ്ങേറ്റം അതിന് ആളുകളെ കിട്ടാനോ അതിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ സമീപിച്ചാലും അതും നടക്കും. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നല്ല ഉഷാറായിട്ട് അടിപൊളിയാകട്ടെ സംഭവം. ഉഷാറല്ലേ? ഇപ്പോൾ എത്ര ആളായിട്ടുണ്ട് ഇതിൽ? 2 വർഷമായിട്ട് ഇതിലുണ്ട്. അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. സെറ്റ്. നിങ്ങൾ 2 പേര് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ 2 പേര് തന്നെ? ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, നമ്മളെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ഇതിൽ കോൺടാക്ട് ചെയ്യുക. ഇവരുടെ സർവീസ് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യുക.